സോ ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് സ്കൈ ബ്ലോക്ക് വിത്ത് ന്യൂബ്സ് ആണ്. ഇന്ന് ഇത് പാർട്ട് 4 ആണ്, എപ്പിസോഡ് 4. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോബ് ഫാം അവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ മോബ് ഫാം റെഡി ആക്കിയിട്ടുണ്ട്. ട്രീ ഫാമും പിന്നെ വലിയൊരു സ്റ്റോറേജ് നമ്മൾ വെക്കാൻ നോക്കുകയാണ് ഗൈസ്. വലിയ സ്റ്റോറേജ്, അതിന് നിറയെ വുഡ് വേണം. വലിയൊരു സ്റ്റോറേജ് നമ്മൾ വെക്കാൻ പോകുകയാണ്. ഗെയിം പ്ലേ തുടങ്ങാം. നമുക്ക് മോബ് ഫാം കറക്റ്റായി നോക്കണം. അത് നൈറ്റ് ബോയ് നോക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഓഫ് ക്യാമറയിൽ നിന്ന് നമുക്ക് 3 വൂള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാം ഗൈസ്. നമുക്കിവിടെ ഇത് വെക്കാം. പൂവൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു ബെഡ് ഉണ്ടാക്കി ഇവിടെ വെക്കാം. നമ്മുടെ പിന്നെ വേറെ 2 വൂളും കൂടി ഉണ്ട്. അതൊരു ബ്രൗണ് പിന്നെ ഒരു ഗ്രേ ആണെന്നാണ് തോന്നുന്നത്, അറിയില്ല. അവിടെ ഒരൊറ്റ ഇടിക്കവൻ ചത്താ. നമുക്ക് കുറച്ചിങ്ങനെ ഫാമിൻ്റെ സൈഡ് ഇങ്ങനെ ആക്കാം, കാരണം വീഴാണ്ടിരിക്കാൻ തന്നെ. അതാരാടാ? നമുക്ക് വിച്ചാണ് തോന്നുന്നു. വിച്ചോ വില്ലേജറാ ആരാണ് അറിയില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്തൊക്കെ നൈറ്റ് ബോയ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞാണ്. ബിൽഡ് ചെയ്യട്ടെ. നമുക്ക് പിന്നെ നെതർക്കൊക്കെ പോകേണ്ടതാണ്. വിച്ചാണ് ഗൈസ്. വിച്ച് ആവശ്യമുണ്ട് നമുക്ക്. സ്പ്ലാഷ് പോഷൻ ഓഫ് വീക്ക്നെസ് ഉണ്ടാക്കാൻ എന്തോ സ്പൈഡറിൻ്റെ ഒരു ഫെർമെൻറ്റൻ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്തോ വേണം. അത് എന്നിട്ട് ക്ലിറക്ക് എന്നിട്ടൊരു സ്ഥാനമുണ്ട്, അതിലിട്ടിട്ട് അതൊരു പോഷനാക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതുണ്ടാക്കുക. ഇതിപ്പോൾ വിച്ചാണെച്ചാൽ സുഖമാണ്. അവൻ ഒരു 5% ചാൻസ് എന്തോ ആണ് തോന്നുന്നു. അവൻ ഒരു വീക്ക്നെസ് പോഷൻ ഇടും. ആ പോഷൻ ഓ മൈ ഗോഡ്, എന്നെ കൊന്നു. ആ പോഷൻ ഇട്ടാൽ എന്താ പറയുക, ആ പോഷന് വില്ലേജർ നമ്മൾ മുമ്പ് കൂടെ ഓടണം. പോഷൻ ഉണ്ടായി. അപ്പം ആ പോഷൻ നമ്മുടെ മേത്ത് ഇട്ടാൽ ചിലപ്പോൾ അത് വില്ലേജറിൻ്റെ മേത്ത് തട്ടാൻ സാധ്യതയുണ്ട്. തട്ടി പറഞ്ഞാൽ നമുക്കൊരു ഗോൾഡൻ ആപ്പിൾ മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്. വിച്ച് നമുക്കത് ക്രാഫ്റ്റ് ചെയ്യണം. ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടമാണ്. അതുകൊണ്ടാണ് വിച്ചിനെ പിടിക്കുന്നത്. അങ്ങനെ ഞാൻ ചാടിയിട്ടുണ്ടായിരുന്നു. അര ഹാർട്ടായിരുന്നു. വിച്ചടിച്ച് പോഷനിൽ നിന്ന്. ഈ ചെക്കൻ നിർത്തണില്ലല്ലോ അടിക്കണത്. ഡി ഒന്നും നിർത്തറാ. മന്ദൻ നിർത്തണില്ല. എൻ്റെ ഇൻവെൻ്ററിൽ ഒന്നുമില്ല. അയ്യോ, താഴെ വീണ്. തള്ളിയിട്ട് എന്താ പറയുക, നമ്മൾ ഡാർക്ക് ഓക്കിൻ്റെ അവിടെ പോകേണ്ടിയിരുന്നു. നമുക്ക് അയൺ ഫാമൊക്കെ കെട്ടണം, നെതറിൽ പോകണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. വിച്ച് പോയിന്നാ? വിച്ച് പോയാ? ഓ, വിച്ച് പോയി ഗൈസ്. ആകണ്ടായിരുന്നു. വിച്ചും കാണാണ്ടായി. എനിക്കറിഞ്ഞ് നമ്മൾ റെൻഡർ ഡിസ്റ്റൻസിൽ നിന്ന് പോയാൽ അവിടെയുള്ള എല്ലാ മോബും അങ്ങോട്ട് എന്താ പറയുക ഡീസ്പോൺ ആവുന്നു എന്നാ തോന്നുന്നു. കാരണം ഇവൻ പറഞ്ഞില്ല ഇവൻ ചാടുന്ന് അറിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ചാടിയിട്ടുണ്ടാവില്ല. ഇവൻ ചാടി ചത്ത ശേഷം ഞാനും ചാടി ചത്ത്. അപ്പോൾ അങ്ങനെ അവിച്ചു പോയി. നമുക്ക് മോബ് ഫാം ശരിയാക്കാം. നമ്മൾ കുറേ നേരം എടുത്ത് മോബ് ഫാം എങ്ങനെയൊക്കെയോ ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. അവിടെ ബ്ലോക്ക് ഉണ്ടോ? നമുക്ക് പിന്നെ കടിക്കാൻ കുറച്ച് XP ആയിട്ടാണ്. വില്ലേജർ സോംബി കിട്ടി. ഓ, 2 കിട്ടി. ഒരു ഫ്ലക്സ്. ഓക്കെ, ജസ്റ്റ് മിസ് ഗൈസ്. ക്രീപ്പർ പൊട്ടിത്തെറിക്കാൻ നേരത്ത് നമ്മൾ ക്രീപ്പറിനെ തല്ലിയിട്ടുണ്ട്. 2 ബോട്ടല്ല, 2 പേരാണ്. പറയുന്ന ഒരു ബോട്ടും കൂടി വെക്കാനുള്ളതാണ് എന്നാ പറയും. 2 വില്ലേജർ കിട്ടി ഗൈസ്. ലോട്ടറി അടിച്ചു ഗൈസ്. ലോട്ടറി എന്ത് റെയറാണെന്ന് അറിയോ? 2 കിട്ടാൻ
നമുക്ക് ബ്ലോക്ക് വെക്കാം. കാരണം രാവിലെ അവർ ചൂടും, പിന്നെ കത്തിപ്പൊളിയും. വെറുതെ എന്തിനാണ് നമുക്കവരിനെ ആവശ്യമുണ്ട്. അത് കാരണമാണ് അവർ എന്താ പറയുക, അവർ രാവിലെ ആയാൽ അവർ കത്തും. അവർക്ക് ആർമർ പീസ് ഇടാൻ പറ്റുമോയെന്ന് അറിയില്ല. അവർക്ക് ആർമർ പീസ് ഇടാൻ പറ്റുമോയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കോബിൾ സ്റ്റോണൊന്നും മേലെ വെക്കുന്നതല്ല. നമുക്ക് 2 പേരുണ്ട്. അവർ 2 പേരിന് വെക്കാൻ പറ്റുന്ന പോലെ ഇത് വെക്കാം. കാരണം വില്ലേജർ കിട്ടിയാൽ നമുക്ക് എന്താ ഡയമണ്ട് ആർമർ എടുക്കാൻ പറ്റും. ഡയമണ്ട് ഗിയർ നമുക്ക് ആ സോമ്പിനെ കൊല്ലാം. ഗൈസ്, അയ്യോ ഒരു തെറ്റ് പറ്റി ഗൈസ്. ഒരു പ്രശ്നമായി ഗൈസ്. തെറ്റല്ല, ഒരു പ്രശ്നമായി. നമ്മുടെ 2 വില്ലേജ് ഉണ്ടായിരുന്നില്ല. അതിലൊരുത്ത ഫ്ലെക്ചറായിരുന്നു, ഇന്നൊരുത്ത ഫാമറില്ല. എന്താണ് എനിക്കറിഞ്ഞ് എന്താ പറയുക, എന്താണ് ബാരലിൻ്റെ ആയിരിക്കും. ആ ഫ്ലെക്ചർ അങ്ങോട്ട് എന്താ പറയുക ഇതായി പച്ചക്കോട്ടുള്ള വില്ലേജർ സോംബിയായി. അവനെ വെച്ച് ഒന്നും കാട്ടാൻ പറ്റില്ല, ബ്രീഡ് ചെയ്യാൻ പറ്റില്ല, ഒന്നും കാട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അതുമല്ലാണ്ട് അവ ഒരു ഐറ്റം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഐറ്റം പിടിച്ച് നമ്മൾ റെൻഡർ ഡിസ്റ്റൻസിൽ നിന്ന് പോയാലും ആ മോബ് പോകൂല. ഇപ്പോൾ അവന് നമ്മൾ കൊന്നു, കാരണം അതൊരു പച്ചക്കോട്ട് ആയതിനാൽ. ഓക്കെ, ഇവന് ഐറ്റമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇവൻ എന്തെങ്കിലും പിടിച്ചാൽ നമുക്ക് എങ്ങോട്ട് കാണിച്ചാൽ പോകാം. നമ്മളൊരു ശവലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ന്യൂബി അവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അടിക്കുമോ. നമുക്ക് റോട്ടൻ ഫ്ലഷ് കിട്ടി, അടച്ചിരിക്കുകയാണ്. നമ്മുടെ ഹാർട്ടും ഇല്ല ഗൈസ്. നമ്മളങ്ങനെ ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്ത് അവിടെ ഒരു സ്കെലിറ്റൻ ഉണ്ട്. എന്താണ് നമ്മൾ അവിടെ പോയി നോക്കാം. ഐറ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ. ന്യൂബി കുറേ കോബിൾ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവ എടുത്താൽ നമുക്ക് നല്ലത്. ഞാനൊന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു 2 ആർട്ട് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അയ്യോ 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 അയ്യോ, വീണ്ടും 2 ഹാർട്ട്. എന്നാൽ അതൊക്കെ വെച്ചോ, എനിക്ക് വേണ്ട. പൊട്ടിച്ചിട്ടുണ്ടാവാം അതിൽ കയറി. പ്ലീസ് ഒരു ഐറ്റം എടുക്കറോ, പ്ലീസ് ഐറ്റം എടുക്കറോ. ഐറ്റം എടുക്കണം നമുക്ക്. ഐറ്റമൊക്കെ അങ്ങോട്ട് അറിയാം. ന്യൂബി പറഞ്ഞത് ബോട്ട് പൊട്ടിക്കുക, അവിടെ ഐറ്റം വെക്കുക, എന്നിട്ട് അവ ഐറ്റം എടുക്കുമ്പോൾ വേറെ ബോട്ട് വെക്കാന്ന്. ഞാൻ ചത്തു ഗൈസ്. അങ്ങനെ ഈ ന്യൂബി എന്നെ കൊലക്ക് കൊടുത്തു ഗൈസ്. ന്യൂബി ഒരു കൊലകാരൻ തന്നെ. എന്നെ കൊലക്ക് കൊടുത്തിട്ട് ന്യൂബി മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ടാ. അവനുണ്ടാ, നമ്മളവനുണ്ടോ നോക്കി. അവനുണ്ട്. കാരണം അവൻ എൻ്റെ പാൻറ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഡീസ്പോൺ ആയാലോ, ശ്രദ്ധിക്കണം. സോംബി നമ്മളെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ ന്യൂബി എന്താണ് സ്റ്റോറേജിൻ്റെ ഏരിയ ആക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആക്കാൻ വെക്കണം സ്റ്റോറേജ് ഏരിയ. നമുക്ക് നോക്കാം എന്തെങ്കിലും മോമ്പ് സ്പോൺ ചെയ്യാന്ന്. മറന്നു ഗൈസ്, അവിടെ ബ്ലോക്ക് വെച്ച് കയറുന്നില്ലേ. മറവി. നമുക്ക് ബാമ്പു പൊട്ടിക്കാം. നമുക്ക് ബാമ്പു ആവശ്യം വരും ചിലപ്പോൾ. എന്താ പറയുക, ചെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം വരും. നമുക്കിത് പൊട്ടിക്കാം. നമ്മൾ എപ്പോഴാണ് 4 വെച്ചത്? നമ്മൾ 3 വെച്ചത്. നമുക്ക് ഈ ഗ്രാസിൻ്റെ സ്ഥലം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യണം. അതൊക്കെ പാർട്ടിൽ ഓരോരോ പാർട്ടി വരുന്നതാണ്. എന്താ നമുക്ക് ചാർക്കോളാണ്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. കുറച്ച് വുഡ് എടുക്കുക, സ്ലാബ് എടുക്കാം. വുഡല്ല, ഓ മൈ ഗോഡ്. എന്താണ് കുറച്ച് വുഡ് എടുക്കാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയി കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കി ലാഡർ ഉണ്ടാക്കാനാണ് പറഞ്ഞു. 3 ഇല്ല 6 പറഞ്ഞു ലാഡർ ഉണ്ടാക്കാൻ. നമ്മൾ 6 ലാഡർ ഉണ്ടാക്കി
കൊടുക്കാൻ നോക്കുകയാണ്. വാട്ടർ ബക്കറ്റ് എടുത്ത് ലാഡർ വെച്ചോ. ലാഡർ നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്ലാബ് തന്നിട്ടുണ്ട്. നമുക്കങ്ങനെ ട്രീ ഫാം അങ്ങോട്ട് കറക്റ്റ് ആക്കാം. നമ്മൾ ട്രീ ഫാം ചെറുതെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അവിടെ ന്യൂബി ഇങ്ങനെ കാട്ടുന്ന നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് ഇങ്ങനെ സ്ലാബ് വെച്ച് പോകാം. 4 ഗ്യാപ്പ് ഞാൻ ആ സൈഡും കൂടി ഒന്ന് വെക്കണം. നമുക്കിങ്ങനെ വെക്കാം. ഇവിടെ വെക്കാം. 3 എൻ്റെ കയ്യിൽ പിക്കാക്സും ഇല്ല, കൈ വെച്ച് പൊട്ടിക്കട്ടെ. ഈ ഡർട്ട് എടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. അത് വീഴാണ്ടിരിക്കാനാണ്. നമ്മൾ എപ്പോഴും വീഴുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ രണ്ട് ബ്ലോക്ക് വൈഡായിരുന്നു. നമ്മളിപ്പോൾ 3 ബ്ലോക്ക് വൈഡാക്കിയിട്ടുണ്ട്. ഓക്കെ, ഫാം എന്താ വർക്ക് അടച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കൊന്നും അടച്ചു വെച്ചിരിക്കണ തോന്നുന്നു. ഓക്കെ, നമുക്ക് ട്രീ അങ്ങോട്ട് ചോപ്പ് ചെയ്യാം. നമുക്ക് അളവൊക്കെ നോക്കണം. കാരണം കറക്റ്റ് അളവിൽ വെച്ചാലേ കറക്റ്റ് നമുക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് 8 ബ്ലോക്ക് മേലെ വെക്കണം. രണ്ടാമത്തെ ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചു. കാരണം 8 ബ്ലോക്കിൻ്റെ മേലെ 8 ബ്ലോക്ക് മേലേക്ക് ഒരു ട്രീൻ്റെ മേലേക്ക് വെച്ചാൽ ആ ട്രീ വലുതാവൂല എന്നാണ് എല്ലാ യൂട്യൂബറും പറയുന്നത്. നമ്മളത് ചെയ്ത് നമുക്ക് 3 സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറേജ് ഏരിയ അടിയിലാണ്. ഇവിടെ വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. നമുക്ക് സാപ്ലിങ് കിട്ടി, അവിടെ വെക്കാം ഒരു സാപ്ലിങ്. നമ്മളിപ്പോൾ എത്ര സാപ്ലിങ് വെച്ച്? ഒരു സാപ്ലിങ് കൂടി 4 സാപ്ലിങ് വെച്ച് എന്നാണ് തോന്നുന്നത്. വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആ സാപ്ലിങ് ഓക്കിൽ വെക്കാം. അപ്പോൾ 7 സാപ്ലിങ് ഉണ്ട് മൊത്തത്തിൽ. ന്യൂബി അതാ അവിടെ അടിയിലാണ് സ്റ്റോറേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ന്യൂബിക്ക് കുറേ കോബിൾ സ്റ്റോണൊക്കെ വേണ്ടതാണ്. നമുക്ക് നമ്മൾ ട്രീ ആണ് നോക്കുന്നത്, ന്യൂബി സ്റ്റോറേജ് ആണ് നോക്കുന്നത്. നമ്മൾ നെതറിലേക്കൊക്കെ പോകണം. ന്യൂബി ബോൺ എടുക്കാൻ പറഞ്ഞു. ബോൺ എവിടെ? അതാ ബോൺ കിട്ടി ഗൈസ്. ജസ്റ്റ് ബോൺ ഉണ്ടായിരുന്നു. ന്യൂബി പറഞ്ഞത് ബോൺ വീൽ ചെയ്യാനാണ്. നമ്മൾ കുറച്ച് വുഡ് കൊടുത്തിട്ടുണ്ട്, ചെസ്റ്റ് ഉണ്ടാക്കാനാണ് ഗൈസ്. ബോൺ വീൽ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. കറക്റ്റാണോ ചെയ്യാനാണ് നമ്മളിപ്പോൾ ബോൺ വീൽ എടുത്തത്. നമുക്ക് കാണിച്ചു തരും ഇങ്ങനെ വെക്കേണ്ടി അല്ല ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന്. ഇത് വേണ്ട അല്ലേ, നമുക്ക് ഇതുപോലെ അങ്ങനെ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ എന്നാണ് ന്യൂബിയും പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെച്ച് പോകാനാണ് ഞാൻ പറഞ്ഞത് ന്യൂബീൻ്റെ കയ്യിൽ. ന്യൂബി അതുപോലെ വെച്ച് പോകും. നമുക്ക് മേലെ കയറാം. നമുക്ക് ബോൺ മീൽ ചെയ്യാൻ പോകാം. നമുക്ക് കുറച്ച് ഷാപ്പിംഗ് കളിക്കാം. ഏതിൻ്റെ മേലെ ഇടാം? ഓക്കെ, ഇത് നമുക്ക് ചെയ്തോ. ഗൈസ് ഓക്കെ വർക്കായി. അപ്പോൾ ഇതോ ഗൈസ് വർക്കായി. അതിന് നമ്മൾ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളത് ബോൺ മീൽ ചെയ്യാത്തത്. ആ വില്ലേജർ ഇപ്പോഴും ഉണ്ടാവുമോ അവിടെ? നല്ലൊരു ഡൗട്ടുണ്ട്. പിക്കാക്സ് എടുക്കാം. ചത്ത്. ആ വില്ലേജർ ഉണ്ടാവുമോ? വില്ലേജർ സോംബി. ഗൈസ് ആ വില്ലേജർ സോംബി ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്, നോ പ്രോബ്ലം. ഞാൻ വിചാരിച്ച അവൻ പോയിന്ന്, കാരണം ആകെയുള്ളൊരു വില്ലേജർ സോംബിയാണ്. അവനും പോയാൽ പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് അവൻ പോയിട്ടൊന്നുമില്ല. വാവ്, രണ്ട് വില്ലേജർ സോംബി. പറഞ്ഞത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാന്നാണ്. വിച്ച് ആൻഡ് 2 വില്ലേജർ സോംബി, പിന്നെ ഒരു വിച്ചും. എന്നൊന്ന് കൊല്ലാൻ പറഞ്ഞുകൂടായിരുന്നു, കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹാർട്ട്. അത് വെച്ച് ആരുടെ അടുത്ത് പോയാൽ ടേട്ടേന്ന് കിട്ടി ഒരട്ടടിയിൽ ചാവും. പിന്നെ നമ്മുടെ ലൂട്ടൊക്കെ പോകും. നമുക്ക് വട്ടായില്ലായിരുന്നു.
ഓ ഗോൾഡ് ബി സ്കെലിറ്റൻ നമ്മുടെ ഒന്ന് സ്കെലിറ്റനും പിന്നെ വിച്ചാണ് തോന്നുന്നു 2 വില്ലേജർ സോംബിനെ കൊന്നു. ഗൈസ് നമ്മുടെ ഒരു ഫുൾ സെറ്റ് ആർമർ, ഗോൾഡ് ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ബാക്കിയുള്ള 3 കോപ്പർ പീസ് ചെസ്റ്റ് പ്ലേറ്റ് കോപ്പർ. ന്യൂബി ഇവിടെ നോക്ക് ന്യൂബി. നമുക്ക് ഈ ഗൈസ് എൻ്റർ അറ്റാക്കിനെ കൊല്ലാൻ പോകാം. അയ്യോ ജസ്റ്റ് മിസ് ഗൈസ്. ഇത് നമുക്ക് ഗോൾഡ് പീസ് നാളിപ്പോൾ യൂസ് ചെയ്യണില്ല. നെതർക്ക് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് സ്മെൽറ്റ് ചെയ്ത് നഗറ്റാക്കും. എന്നിട്ട് ഞങ്ങൾ ഗോൾഡൻ ആപ്പിൾ ആക്കും. അതുകൊണ്ടാണ് നമുക്ക് ഏതിൽ വെക്കാം, ഏറ്റവും ലാസ്റ്റത്തേൽ ആർമറൊക്കെ വെക്കാം. കാരണം ഗോൾഡ് ആവശ്യമുണ്ട് ഗൈസ്. ഈ ആർമറൊക്കെ നമ്മൾ കുറച്ച് നല്ല കുറവുള്ള ഡ്യൂറബിലിറ്റിയാണ്. നമ്മൾ ഇതിൽ വെക്കാം. ഇപ്പത്തിന് അതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പോകാം. ന്യൂബി മൈനിങ് ആയിരിക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി എക്സ് പി കയറ്റുന്നത് എന്തെങ്കിലും ഞാൻ എന്തിനാണെന്നറിയോ എക്സ് പി ഇങ്ങനെ കയറ്റുന്നത് ഇടക്കിടക്ക് പോയി. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം എന്തോണം. ചിലപ്പോൾ ഒരു 1% എന്തോ ചാൻസ് ഉണ്ട് സോംബിനൊക്കെ ഒന്ന് ഒരു അയണ് കിട്ടാൻ. അത് കാരണമാണ് നമ്മളിങ്ങനെ കൊല്ലണത്. അതിൽ വന്നാൽ കൊല്ലണം, ഇല്ല വെച്ചാൽ അവരെന്നെ അടിച്ച് അവരെന്നെ ചാവും. സ്കെലിറ്റൻ വില്ലേജർ സോംബിനെ അടിച്ച മാതിരി. ഓക്കെ, നമുക്ക് കുറച്ച് വുഡൻ ബ്ലോക്ക് എടുത്തിട്ട് എന്താ പറയുക, നമ്മളാകെ 2 ട്രീൻ്റെ മേലെയാണ് 8 ബ്ലോക്ക് വെച്ചിട്ടുള്ളൂ. അത് കാരണം നമ്മൾ ഇപ്പോൾ ഈ ഒന്നാണ് തോന്നുന്നു നമ്മൾ 3 വെച്ചോ അറിയില്ല, ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. നമ്മളങ്ങനെ മേലെ കയറി ഇല്ല നമ്മൾ 2 മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്യുക, അങ്ങനെ വെക്കാം, അടിച്ചാടുക. നമ്മുടെ ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞു. സ്റ്റോണ് തരുമോ? ഓക്കെ, ന്യൂബിൻ്റെ സ്റ്റോൺ വെച്ചപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റോൺ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ അറിയാണ്ട് അവിടെ ഒരു ബ്ലോക്ക് വെച്ച്. അത് മൈനിയാണ്. ന്യൂബി മൈൻ ചെയ്തോളൂ. നമ്മൾ മുട്ട എടുത്ത് വെറുതെ ന്യൂബിൻ്റെ തലയിലൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. എയിം ചെയ്യാം ന്യൂബിൻ്റെ തലക്ക്. ഗൈസ് ന്യൂബിനത് കൊണ്ടില്ല ഗൈസ്. എങ്ങനെ ഗൈസ്? ന്യൂബിൻ്റെ തലക്ക് വെച്ചിട്ടും ന്യൂബിക്ക് കൊണ്ടില്ല. അപ്പോൾ നമുക്ക് ബോന്ന് ഇതാക്കാം, ശരിയാക്കാം. കാരണം എൻ്റർ ഡ്രാഗനെ കൊല്ലണ്ടേ. പിന്നെ നമ്മൾ ഇങ്ങനെ കൊല്ലുമ്പോൾ നമുക്കൊരു അയൺ സ്പിയർ കിട്ടി. അത് എൻചാൻറ്റഡ് ആണ്. അതിലെന്തോ ഫയർ ആസ്പെക്റ്റ് അങ്ങനെ എന്തോ ഉണ്ട്. നമ്മളൊരു ആക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കത് പൊട്ടിക്കണം. നമ്മുടെ ആക്സിൻ്റെ തീ ഡ്യൂറബിലിറ്റിയേ ഇല്ല. അത് നമ്മളൊരു ആക്സ് ഉണ്ടാക്കി നമ്മൾ അറിയാണ്ട് ഇവിടെ വെക്കണത് പൊട്ടിച്ച് നമുക്ക് അതിൻ്റെ മേലെ ഒക്കെ പൊട്ടിക്കാം. നമ്മുടെ പഴയ ആക്സ് പൊട്ടിച്ച നില പൊട്ടി. അപ്പോൾ ഇത് മൈനിയ ഓക്ക് ചാടാം. ഇവിടെ ഓക്ക് പൊട്ടി. താങ്ക് യു. നമുക്ക് അവിടെ കുറച്ച് ഓക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ബോൺ വീൽ എടുക്കാം. നമുക്ക് ഇതും ടെസ്റ്റ് ചെയ്യാം. നമുക്ക് വർക്കായാൽ മതി. പ്ലീസ് വർക്ക്. ഗൈസ് വർക്കായി ഗൈസ്. അപ്പോൾ നമ്മൾ വെച്ച കറക്റ്റ് തന്നെ 8 ബ്ലോക്ക് മേലെ വെച്ചപ്പോൾ ഇതായി. അപ്പോൾ ട്രീ ഫാം ഇത്ര എന്നല്ല, ഇന്നും കുറച്ചൊക്കെ എക്സ്പാൻഡ് ചെയ്യാണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാരിനെ വിച്ചടിച്ച്. സ്റ്റിങ് കിട്ടി കുറച്ച്. നമുക്ക് സ്റ്റിങ് അവിടെ ഉണ്ട് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് ചാടിയപ്പോൾ അങ്ങനെ ഒന്ന് ചത്തുപോയി. അതാണ്, ചെറുതെ ഒന്ന് ചത്തു തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, എൻ്റെ ആക്സൊക്കെ താഴെ പോയി. സോ സാഡ്. ആക്സ് പോയി ഗൈസ്. എൻ്റെ ആക്സ് അയ്യോ, അറിയാണ്ട് ഒരു ഷോർഡ് ഉണ്ടാക്കി. ശരി, നമുക്ക് 6 3 എന്തോ വെക്കാം ആക്സ് ഉണ്ടാക്കാൻ. 3 വെക്കാം ഒരു ആക്സ് ഉണ്ടാക്കാൻ.
കുറച്ച് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യുക, ഒരു ആക്സ് ക്രാഫ്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ തന്നെ ആക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാണ്ട് ഒരു സോഡ് ക്രാഫ്റ്റ് ചെയ്ത് ഗൈസ്, അറിയാണ്ട്. ഓ ഇതിപ്പോൾ സുഖമായല്ലോ. റൂഫ് വെക്കുമെന്ന് എൻ്റെ പറഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓടുകയാണ്, പെട്ടെന്ന് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഞാൻ കണ്ടില്ല. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് താഴെ വീണാൽ നമ്മൾ വോയിഡിക്ക് ചാടും, വോയിഡിക്ക് വീഴും, ചാടുന്നില്ല, വോയിഡിക്ക് വീഴും. അതുകൊണ്ട് ഇപ്പോൾ ഈ സൈഡ് സ്റ്റോറേജ് അല്ല അടിയിൽ, അതുകൊണ്ട് ഇല്ലേ എന്താ പറയുക, നമ്മുടെ ഇതാവും. നമ്മൾ ഈ സൈഡിക്ക് വീണാൽ നമ്മൾ സർവൈവ് ചെയ്യും, ബട്ട് ഇപ്പുറത്തെ സൈഡ് വീണാൽ നമ്മൾ സർവൈവ് ചെയ്യില്ല. അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡ് എന്തെങ്കിലും കൊണ്ടുവരാം, ഇപ്പുറത്തെ സൈഡ് എന്തെങ്കിലും കൊണ്ടുവരാം. ഫാമോ ഇല്ല വില്ലേജർ ബ്രീഡറോ എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, കുറച്ച് ഡർട്ട് വേണം. നമ്മൾ 28 ആ ഡർട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം ചിലപ്പോൾ ചത്താലോ, നമുക്കറിയില്ല നമ്മൾ വീഴുന്നു. ഈ സൈഡ് ഇപ്പോൾ സീനായി, ഈ സൈഡാണ് ഗൈസ്. ഇവിടെ എന്തെങ്കിലും വെച്ചാൽ നമ്മൾ സേഫാണ്, പേടിക്കേ വേണ്ട. ഓക്കെ, 2 3 5ാമത്തെ ബ്ലോക്കിലാണ്, അയ്യോ അറിയാണ്ട് വെച്ചു, 5ാമത്തെ ബ്ലോക്കിലാണ് നമ്മളൊരു ഡർട്ട് ബ്ലോക്ക് വെക്കേണ്ടത്. അപ്പോൾ ഇത് പൊട്ടിക്കുക, അവിടെ ഒരു ബ്ലോക്ക് വെക്കുക. അത് നമുക്ക് ബ്ലോക്ക് വെക്കാം. ഞങ്ങളിത് തന്നെ ഇതിപ്പോൾ അത്ര ലോങ്ങൊന്നും വേണ്ട, ഒരു 5 ബ്ലോക്ക് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ പോകാം. അവിടെ ഡെസേർട്ട് ഉണ്ട്. എന്താണ് ഞാൻ പറയണത്, ഡെസേർട്ടിലേക്ക് പോയാലോ എന്ന്. ഡെസേർട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറയുക, ഡെസേർട്ടിൽ പോയാൽ അവിടെ ബ്ലോക്ക് വെച്ചാൽ പോകും, സാൻഡ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് കാട്ടും എന്നാണ് അവൻ പറഞ്ഞത്, നൂബി പറഞ്ഞത്. നമുക്ക് അങ്ങനെ വെക്കാം. നമ്മുടെ ഇപ്പോൾ വെറും 2 ഉള്ളൂ ഗൈസ്. ഇത് പൊട്ടിക്കുക, അവിടെ ഒരു ബ്ലോക്ക് വെക്കണം, അവിടെ ഒരു സാപ്ലിങ് വെക്കണം. ഇപ്പം നമ്മളുടെ 6 ട്രീ ആണ്. 6 ട്രീയിൽ മിനിമം ഒരു 5 വുഡ് കിട്ടും. 5 വുഡിൽ ഒരു 24 ഓക്ക് പ്ലാങ്ക് കിട്ടും. അപ്പോൾ എന്താണ്, പ്ലാങ്കിനെ പറ്റി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും പ്ലാങ്കൊക്കെ ആവശ്യം വേണം, നമുക്കറിയില്ല, അറിയാൻ വേണ്ടി വരും. നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്കിത് എന്താ പറയുക, ട്രീ ഫാം നമ്മൾ വലുതാക്കുന്നതാണ്. പിന്നെ ഇതിനു മുമ്പ് ന്യൂബി, ഞാനൊന്നും ഇല്ലാത്ത നേരത്ത് ന്യൂബി കളിച്ച്. അപ്പോൾ ന്യൂബി പറഞ്ഞത് ഞാൻ എന്താ പറയുക, മറ്റേ ഡാർക്ക് ഓഗിൻ്റെ ഇത് ഇതാക്കിയെന്നാണ്. വീണ്ടും ഡാർക്ക് ഓഗിൻ്റെ ഇത് ഇതാക്കിയിട്ടുണ്ട് ന്യൂബി. നമുക്കത് പൊളിക്കാം, നമുക്ക് കയറി ഒരു സ്റ്റെയർ കേസ് മാതിരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മേലെ കയറി മേലെത്തിയും പൊളിക്കാം, ഇറങ്ങി വരുമ്പോൾ ഓരോരോ സ്റ്റെയർ കേസായി പൊളിക്കാം. ഓക്കെ, എല്ലാം നമുക്ക് പൊളിക്കാം ഗൈസ്. വുഡിൻ്റെ പ്രശ്നമില്ല, നമുക്ക് ഇതിന്ന് അത്ര സാപ്ലിങ് കിട്ടുമെന്നറിയില്ല. നമുക്ക് ഡർട്ടും പൊട്ടിക്കാം. ഇത് പൊട്ടിക്കണമല്ലോ, സ്ലാബ് അവൻ പൊട്ടിച്ചോളും തോന്നുന്നു. ഓക്കെ, ഡർട്ട് ബ്ലോക്ക് അതിൽ വെച്ചിട്ടുണ്ട്. അവൻ 4 ഡർട്ട് ബ്ലോക്ക് യൂസ് ചെയ്ത്. ഇതൊന്ന് കുറച്ച് സാപ്ലിങ് കാണാൻ മതി. അപ്പോഴേ ഒരു സാപ്ലിങ് വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ പിക്കാക്സ് വെച്ചു, ഇതൊക്കെ പൊട്ടിച്ചോ. എന്താണ് ആ ട്രീസ് ഒന്നും വളർന്നിട്ടില്ല നമുക്ക്. അവിടെ നമ്മൾ ട്രീസ് വെച്ചിട്ടില്ല ഗൈസ്, സോറി ഗൈസ്. മറവി. കുറച്ച് സാപ്ലിങ്, 2 സാപ്ലിങ് എടുക്കുക. അവിടെ വെച്ചിട്ട് നമ്മൾ എന്താ 8 ബ്ലോക്ക് മേലെ ഇത് വെക്കുന്നതാണ്. നമ്മളിന്നും കുറേ സ്ഥലത്തൊന്നും പോയിട്ടില്ല ഗൈസ്. നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ കേസ് മാതിരി വെക്കാം, അവിടെ ഒരു ഡർട്ട് ബ്ലോക്ക് വെക്കാം. ഈ യന്ത്രം കയറാൻ പറ്റത്ത്, ഇത് പൊട്ടിക്കാം. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ, കറക്റ്റല്ലേ? കറക്റ്റാണ്. നമുക്ക് ഈ ചാടി 2 ഡർട്ട് ബ്ലോക്ക് വെക്കാം, ഇവിടെ വെക്കാം, ചാടുക. ഞാൻ ഇവിടെ ബ്രിഡ്ജ് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റാണ്. നമുക്ക് ഇതൊക്കെ വെട്ടാം ഗൈസ്. നമുക്ക് വീണ്ടും ഇതേ ആ സൈഡ് ചോപ്പ് ചെയ്യാം.
ഒറ്റച്ചാട്ടം. അവിടെ കുറേ വുഡുണ്ട്. അതൊക്കെ നമുക്ക് ഈ വുഡൊക്കെ എടുക്കാം. ഇത് പൊട്ടിക്കുക. സ്ലാബ് പൊട്ടിക്കാൻ നമ്മുടെ പിക്കാക്സ് ഇല്ല, കൈ വെച്ച് തന്നെ പൊട്ടിക്കാം. പെട്ടെന്നാവട്ടെ. നല്ല നേരം എടുക്കണ് ഗൈസ് ഒരു സ്ലാബ് പൊട്ടിക്കാൻ. കൈ കൊണ്ടല്ലേ പൊട്ടിക്കണ്, പിന്നെ ഇല്ലാണ്ടാ പൊട്ടു സ്ലാബേ. അപ്പോൾ അങ്ങനെ സ്ലാബ് പൊട്ടി. നമുക്ക് മരം ചോപ്പ് ചെയ്യാം. ചോപ്പ് ട്രീസ്. നമ്മുടെ മെയിൻ ഇപ്പോൾ ഉള്ള പണി എന്താണ്? സാപ്ലിങ് പ്ലാന്റ് ചെയ്യുക, പിന്നെ മരം എടുക്കുക. കാരണം വലിയ ചെസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കാരണം നമുക്ക് നിറയെ വുഡ് വേണം ഗൈസ്. ചിലപ്പോൾ വുഡ് കുറച്ച് മതിയാവും. കാരണം ഡാർക്ക് ഓഗാണ് മെയിൻ. ഡാർക്ക് ഓഗ് ഉണ്ടെച്ചാൽ നമുക്ക് അത്ര ഒന്നും വേണ്ട. ഒരു ട്രീയിൽ കുറേ ഉണ്ടാക്കാം. ഒരു 10-15 ചെസ്റ്റ് ഉണ്ടാക്കാം. നമുക്കൊരു ആക്സ് ഉണ്ടാക്കുക. ട്രീ വെട്ടാൻ തന്നെ ആക്സ്. ആ ചെസ്റ്റ് അവൻ വെട്ടാൻ പറഞ്ഞ് നമ്മൾ വെട്ടിക്കൊടുത്ത് അവൻ അവിടെ ആക്സിഡൻ്റിൽ കെട്ടി. നമുക്ക് അയണ് കിട്ടുമോ നോക്കാം ഗൈസ്. വെട്ട് പോടാ. അവനൊക്കെ നമ്മളങ്ങനെ വെട്ടി ഗൈസ്. ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എടുത്തില്ലേ. അയ്യോ, മിസ് ക്ലിക്ക് ചെയ്ത് പൊട്ടാറ്റോ കൊടുത്ത്. പിന്നെ നമ്മൾ ആ സോംബീനെ കൊല്ലുമ്പോഴാണ് ഒരു പൊട്ടാറ്റോ കിട്ടി. പിന്നെ നമ്മളുടെ കയ്യിൽ എന്താ പറയുക, ഇതിന് മുമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ക്യാരറ്റ് കിട്ടി. അങ്ങനെ ഇതിനെ ചാടിക്കുമ്പോൾ തന്നെ 2 ക്യാരറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് മേലെ കയറാം. നമുക്ക് പറയുന്നത് അവിടെ ഒരു ലാഡർ വെക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു ലാഡർ വെക്കണ്ട, ലാഡർ വെക്കണ്ട, വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. അവിടെ ചെറുതായിരുന്നു ക്രീപ്പർ പൊട്ടി തെറിച്ച്. അവിടെ വെക്കാം നമുക്ക് സ്ലാബ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വെക്കണ്ട പറഞ്ഞ്. നൂബി വെച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്ലാബ് പൊട്ടിക്കണം. അവിടെ 2 സ്ലാബാണ് തോന്നുന്നത്. നൂബി എന്താ കാട്ടുന്നത്? നൂബി അത് പൊട്ടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു ട്രീ വളർന്നുണ്ട്. നമുക്ക് സാപ്ലിങ് എടുക്കാം. മോനെ കുറേ സാപ്ലിങ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് കുറേ സാപ്ലിങ് നമുക്ക് എടുത്ത് പ്ലാന്റ് ചെയ്യാണ്ട്. ഒരു ട്രീയും വളർന്നിട്ടുണ്ട്. ഈ ട്രീ വെട്ടാം. നമുക്ക് എത്ര വുഡ് കിട്ടിയിട്ടുണ്ടാവും? 4 വുഡ് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. 1 2 2 വെച്ചോളൂ. അവനെ ബേബി സോംബി അടിക്കാൻ വന്ന അതാണ്. അവിടെ പോയി കൊന്ന്. ഈ ബേബി സോംബി എവിടുന്ന വന്ന്? മോബ് ഫാം എന്നാണ്. അവിടെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അവിടെ നമ്മളൊരു സ്ലാബ് വെച്ചിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ടുണ്ടാവും. നമുക്ക് ഈറ്റ് ചെയ്യാം. നമ്മളിനി വോയിഡൊക്കെ എടുത്ത് ചാടൂല. നമ്മളിങ്ങനെ റോട്ടൻ ഫ്ലഷ് തിന്നിട്ട് ഇരിക്കും. നമുക്ക് കൊല്ലാം, എക്സ്പീരിയൻസ് കൂട്ടാം. അതോ ഗൈസ്, വീണ്ടും ക്രീപ്പർ പൊട്ടിത്തെറിച്ചു ഗൈസ്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഗൈസ്. മൂട് നമുക്ക് മൂടാം. പിന്നെ ഇതിപ്പോൾ റെഡിയാക്കാൻ നോക്കണം. കണ്ടോ, ഇത് വെച്ച് ഗൈസ് ഒക്കെ നിർത്തിക്കഴിഞ്ഞ്. ഓക്കെ, വുഡ് എവിടെയാണ്? വേണ്ട, വെറുതെ വുഡ് വേസ്റ്റ് ചെയ്യുന്നു. ആകെ 3 ഉള്ളൂ. എന്നറ ചാർക്കോള്. ഓ മൈ ഗോഡ്. പിന്നെ വോയിസ് ചെറുതായൊന്ന് പോയി ഗൈസ്. അറിയില്ല, അത് എന്തോ ഞങ്ങൾ ഇങ്ങനെ വിളിക്കണതൊന്ന് ചെറുതായി ഒന്ന് ഇതായി. അതുകൊണ്ട് നമ്മളിപ്പം ന്യൂബിൻ്റെ സൗണ്ട് ഇനി കേൾക്കില്ല. അടുത്ത വീഡിയോ നമ്മൾ ആ പ്രശ്നം തീർക്കണതാണ്. 2-3 വീഡിയോ ആയിട്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക്
ഈ ഡാർക്ക് ഓക്ക് വുഡ് എന്താ പറയുക നമുക്ക് വെട്ടാം, ഫുള്ളി മൈൻ ചെയ്യുക. എന്താണ് എപ്പോഴും ഡാർക്ക് ഓക്ക് വെട്ടുമ്പോൾ ഞാനിങ്ങനെ എന്താ സ്റ്റെപ്പ് മാതിരി ആക്കുക. അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ വെക്കുക. നൂബിൻ്റെ വോയിസ് ആണ് കൈ. ഓ ക്ലച്ച് ചെയ്ത് ചാവാനായി. നൂബി വെറുതെ അടിക്കണം. നമ്മളൊരു വില്ലേജറിന് കണ്ടു. നമുക്ക് ആ വില്ലേജറിനെ കണ്ട് കൊണ്ടുവരിക. മൈൻഡ് ക്രാഫ്റ്റ് ഇവൻ ഇവിടെ വന്ന് പെട്ടോ കൊന്നാലോ? അയ്യാണ് ഗൺ പൗഡർ ശിഖണ്ഡി മകണ്ടി അയൺ കിട്ടി. നമുക്കൊരു അയൺ ഷവല് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇങ്കറ്റ് ആക്കാം. അറ്റത്തെ മാത്രം കുറച്ച് സ്റ്റോൺ ഇതാക്ക്. നൂബിൻ്റെ നമ്മൾ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതൊക്കെ നമ്മുടെ സ്പീഡ് ചെയ്ത് നമുക്ക് നല്ല ഗ്രോത്ത് ചെയ്യാം. നമുക്ക് ചോപ്പ് ചെയ്യാം ഗൈസ്. നമുക്ക് വുഡ് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് വെട്ടില്ലേ ഒരു മരം, ആ മരം നമ്മൾ വെച്ച പ്ലാങ്കിനെയും കാട്ടിയും വലുതായിട്ടുണ്ട് ഗൈസ്. പക്ഷേ വുഡ് അവിടെ ഇവിടെയൊന്നും എന്താണ് ലീഫിൻ്റെ ഇടയിലൊന്നും വന്ന് നിന്നിട്ടില്ല. ഇതവൻ എന്നെ കൊന്നു ബ്രോ. ഇനി മൈ വേസ്റ്റ് ഇടപ്പം ഇല്ലറ പിക്കാക്സ് നിന്റെ 2 പിക്കാക്സ് സാപ്ലിങ് അത്രേ ഉള്ളൂ. പിന്നെ എന്താ വേണ്ടി? ലാഡർ ചാർക്കോള് നീയല്ലേ പറഞ്ഞു ചാർക്കോള്. ഇതെന്തിനാടാ? ഇൻട്രോയാ ഔട്ട്രോ? ബാക്ക് ഒന്ന് അടച്ചുവിടാ. ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗായ്സ്. പാട്ട് മറ്റന്നാളോ വരും. ബൈ ഗായ്സ്. പാട്ട് വരും.